സം ടീച്ചേഴ്സ് ആർ നോട്ട് സിൻസിയർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് കാറ്റഗറി ഓഫ് പ്രൊപ്പോസിഷൻ. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി റീഡ് ചെയ്യാം. സം ടീച്ചേഴ്സ് ആർ നോട്ട് സിൻസിയർ. സം ടീച്ചേഴ്സ് ആർ നോട്ട് സിൻസിയർ ഈസ് വിച്ച് ടൈപ്പ് ഓഫ് പ്രൊപ്പോസിഷൻ. എന്ത് കാറ്റഗറിയാണ്, എന്ത് കാറ്റഗറി ഓഫ് പ്രൊപ്പോസിഷൻ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. സം ടീച്ചേഴ്സ് ആർ നോട്ട് സിൻസിയർ എന്നുള്ളത്, സം ടീച്ചേഴ്സ് ആർ നോട്ട് സിൻസിയർ എന്നുള്ളത് എന്ത് ടൈപ്പ് പ്രൊപ്പോസിഷൻ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിലുള്ളത് യൂണിവേഴ്സൽ നെഗറ്റീവ്, യൂണിവേഴ്സൽ അഫർമേറ്റീവ്, പർട്ടിക്കുലർ അഫർമേറ്റീവ്, പർട്ടിക്കുലർ നെഗറ്റീവ്, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. സോ ഇതിന്റെ ആൻസർ അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യുക എന്താണ് ഇതിന്റെ ആൻസർ എന്നുള്ളത്. നോക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊപ്പോസിഷൻ എന്നുള്ള ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊപ്പോസിഷൻ എന്നുള്ളത്, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊപ്പോസിഷൻ എന്നുള്ള ലോജിക്കൽ റീസണിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊപ്പോസിഷൻ എന്നുള്ളത്. എന്തൊക്കെയാണ് പ്രൊപ്പോസിഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത്. സോ ഈ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത്. ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ഓർ യൂണിവേഴ്സൽ പോസിറ്റീവ് എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു ടൈപ്പ് ഓഫ് പ്രൊപ്പോസിഷൻ എന്നുള്ളതാണ് യൂണിവേഴ്സൽ അഫർമേറ്റീവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ പോസിറ്റീവ് എന്ന് പറയും. ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എ എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന യൂണിവേഴ്സൽ അഫർമേറ്റീവ്. അതിന്റെ ഫോം എന്ന് പറയുന്നത് ആൾ എസ് ഈസ് പി. എസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ്, പി എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ്. ആൾ എസ് ഈസ് പി, എല്ലാ എസ്സും പി ആണ് എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്നുള്ളത്. എക്സാമ്പിൾ ഓർത്തിരിക്കുക, എക്സാമ്പിൾ അറിഞ്ഞിരിക്കുക, ആൾ കാറ്റ്സ് ആർ അനിമൽസ് എന്നുള്ളത്. ആൾ കാറ്റ്സ് ആർ അനിമൽസ്, ലോകത്തുള്ള എല്ലാ ക്യാറ്റ്സും അനിമലാണ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ബേർഡ്സും ഫ്ലൈ ചെയ്യുമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ഇതും ഈ ആൾ എന്ന് പറയുന്ന കീവേഡ്സ് യൂസ് ചെയ്തിട്ട് പറയുന്നതാണ് യൂണിവേഴ്സൽ എന്നുള്ളത്. അഫർമേറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പ്രൊപ്പോസിഷൻ ഇതാണ് യൂണിവേഴ്സൽ അഫർമേറ്റീവ്. അതിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെറ്റർ ആണ് എ എന്നുള്ളതും എന്നറിഞ്ഞിരിക്കുക. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഓൺലി ആയിരിക്കും. എപ്പോഴും സബ്ജക്റ്റിന് മാത്രമാണ് ഈ ഒരു യൂണിവേഴ്സൽ അഫോർമേറ്റീവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ പോസിറ്റീവ് ടൈപ്പ് പ്രൊപ്പോസലിൽ ഡിസ്ട്രിബ്യൂഷൻ വരികയുള്ളൂ. അനിമൽ എന്നുള്ള വലിയൊരു സബ്സെറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ചെറിയൊരു സബ്സെറ്റ് ആയിരിക്കും കാറ്റ്സ് എന്നുള്ളത്. ഓക്കെ, ഇതാണ് അതിനകത്ത് സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഇതാണ് അതിൻ്റെ പ്രെഡിക്കേറ്റ് എന്നുള്ളത്. സോ ഇതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് ആണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അറിഞ്ഞിരിക്കുക അതിന്റെ ഫോം എന്ന് പറയുന്നത് ആൾ എസ് ഈസ് പി, ആൾ എസ് ഈസ് പി, ആൾ എസ് ഈസ് പി, അല്ലെങ്കിൽ ആൾ എസ്, എസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, പി എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ്. ഇങ്ങനെ വരുന്ന ടൈപ്പ് ഓഫ് പ്രൊപ്പോസിഷൻ നമ്മൾ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ഓർ യൂണിവേഴ്സൽ പോസിറ്റീവ് ടൈപ്പ് പ്രൊപ്പോസിഷൻ എന്നുള്ളത്. യൂണിവേഴ്സൽ അഫർമേറ്റീവ് ഓർ യൂണിവേഴ്സൽ പോസിറ്റീവ് എന്നുള്ളത്. അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. യൂണിവേഴ്സൽ നെഗറ്റീവ് ഡിനോട്ടഡ് ബൈ ഇ എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന ടൈപ്പാണ് യൂണിവേഴ്സൽ നെഗറ്റീവ് എന്നുള്ളത്. അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് നോ എസ് ഈസ് പി എന്നുള്ളതാണ്. നോ എസ് ഈസ് പി, ഒരു എസ്സും പി അല്ല എന്നുള്ളത്, ഒരു സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് അല്ല എന്നുള്ള. എക്സാമ്പിൾ നോക്കുക, നോ ഫിഷസ് ആർ ബേർഡ്സ്, നോ ഫിഷ് ആർ ബേർഡ്സ്, ഒരു ഫിഷും ബേർഡ് അല്ല എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്ന ടൈപ്പ് പ്രൊപ്പോസിഷൻ നമ്മൾ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ നെഗറ്റീവ് പ്രൊപ്പോസിഷൻ ഓർ ഈ ടൈപ്പ് ഓഫ് പ്രൊപ്പോസിഷൻ എന്നുള്ളത്. യൂണിവേഴ്സൽ നെഗറ്റീവ് അല്ലെങ്കിൽ ഈ ടൈപ്പ് പ്രൊപ്പോസിഷൻ എന്നുള്ളത് നോ എസ് ഈസ് പി എന്ന് പറഞ്ഞു വരുന്ന ടൈപ്പ് പ്രൊപ്പോസിഷൻസ് ആണ്. അതിന് എക്സാമ്പിൾ നോ ഫിഷ് ആർ ബേർഡ്സ് എന്നുള്ളത്. പ്രധാനമായിട്ടും ഇത് എക്സ്ക്ലൂഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് ഫിഷ് എന്നുള്ളത് ഒരു സെറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ബേർഡ്സ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് സെറ്റ് ആയിരിക്കും. ഇങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ടൈപ്പ് പ്രൊപ്പോസിഷനാണ് യൂണിവേഴ്സൽ നെഗറ്റീവ് എന്നുള്ളത്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് യൂണിവേഴ്സൽ നെഗറ്റീവ് എന്നുള്ളത്. സോ അറിഞ്ഞിരിക്കുക, യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറയുന്നത് സബ്ജക്റ്റിനെയും അതുപോലെ തന്നെ പ്രെഡിക്കേറ്റിനെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ടൈപ്പ് പ്രൊപ്പോസിഷനാണ് യൂണിവേഴ്സൽ നെഗറ്റീവ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ഇ. ദെൻ മൂവിങ് ഓൺ ടു പർട്ടിക്കുലർ പോസിറ്റീവ്. അടുത്തൊരു ടൈപ്പ് ഓഫ് പ്രൊപ്പോസിഷനാണ് പർട്ടിക്കുലർ പോസിറ്റീവ് എന്നുള്ളത്, ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ഐ എന്നുള്ള ലെറ്റർ വെച്ച് സൂചിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് പ്രൊപ്പോസിഷനാണ് പർട്ടിക്കുലർ പോസിറ്റീവ് എന്നുള്ളത്. അതിന്റെ ഫോം എന്ന് പറയുന്നത് സം എസ് ഈസ് പി എന്നുള്ളതാണ്. സം വളരെ കുറച്ച് എസ് പി ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് അതിന്റെ ഒരു സം എസ് ഈസ് പി, അല്ലെങ്കിൽ സം മെൻ ആർ ഫൂളിഷ്, സം മെൻ ആർ മോർട്ടൽ, സം ആനിമൽസ് ആർ വെജിറ്റബിൾസ്, ഇങ്ങനെയൊക്കെയുള്ള പറയുന്നത് സം എസ് ഈസ് പി എന്ന് വരുന്ന കാര്യങ്ങളാണ് പർട്ടിക്കുലർ പോസിറ്റീവ് പ്രൊപ്പോസിഷൻ എന്നുള്ളത്. സം മെൻ ആർ ഫൂളിഷ് ഇതാണ് അതിന് എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുള്ളത്. സം മെൻ ആർ ഫൂളിഷ് എന്നുള്ളത് ഇതൊരു പാർഷ്യൽ ഇൻക്ലൂഷൻ ആണ്. വളരെ കുറച്ച്
ഇതാണ് അതിന്റെ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞു വരുന്നത്. ഇതാണ്, അതുകൊണ്ടാണ് പാർഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയാൻ കാരണം. ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റിനെയോ പ്രെഡിക്കേറ്റിനെയോ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. പർട്ടിക്കുലർ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിനകത്ത് അല്ലെങ്കിൽ പർട്ടിക്കുലർ പോസിറ്റീവ് ടൈപ്പ് പ്രൊപ്പോസിഷനകത്ത് സബ്ജക്റ്റിനെയോ പ്രെഡിക്കേറ്റിനെയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തതാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതിന്റെ ഫോർമാറ്റ് അറിഞ്ഞിരിക്കുക. സം എസ് ഈസ് പി എന്നുള്ളത്, അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സം മെൻ ആർ ഫൂളിഷ് എന്ന് പറയുന്നതാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ദെൻ മൂവിങ് ഓൺ ടു പർട്ടിക്കുലർ നെഗറ്റീവ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ഒ. ഒ എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്ന പർട്ടിക്കുലർ നെഗറ്റീവ് ടൈപ്പ് ഓഫ് പ്രൊപ്പോസിഷൻ ആണ് അടുത്തത്. അതിന്റെ ഫോം എന്ന് പറയുന്നത് സം എസ് ഈസ് നോട്ട് പി. അറിഞ്ഞിരിക്കാൻ നോട്ട് എന്നുള്ള കീവേഡ്സ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. അതൊരു നെഗറ്റീവ് ടൈപ്പ് ഓഫ് പ്രൊപ്പോസിഷൻ ആണ്, അതുകൊണ്ടാണ് നോട്ട് എന്നുള്ളത്. സം എസ് ഈസ് നോട്ട് പി, കുറച്ച് എസ് എന്നുള്ളത് പി അല്ല എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുന്നത് സം ബേർഡ്സ് ആർ നോട്ട് കാർണിവോർസ്, കുറച്ച് ബേർഡ്സ് കാർണിവോർസ് അല്ല എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്ന പ്രൊപ്പോസിഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് പർട്ടിക്കുലർ നെഗറ്റീവ് പ്രൊപ്പോസിഷൻ എന്നുള്ളത്. അത് പാർഷ്യൽ എക്സ്ക്ലൂഷനെയാണ് ആ ഒരു ടൈപ്പ് പ്രൊപ്പോസിഷൻ ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് പ്രെഡിക്കേറ്റിനെ മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ കാർണിവോറസ് എന്നുള്ളതാണ് അവിടുത്തെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രെഡിക്കേറ്റിനെ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ടൈപ്പ് പ്രൊപ്പോസിഷൻ ആണ് പർട്ടിക്കുലർ നെഗറ്റീവ് പ്രൊപ്പോസിഷൻ എന്നുള്ളത്. സോ ഇങ്ങനെയുള്ള 4 ടൈപ്പ് പ്രൊപ്പോസിഷൻസ് ആണ് ടൈപ്പ് ഓഫ് പ്രൊപ്പോസിഷൻസ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. യൂണിവേഴ്സൽ അഫർമേറ്റീവ് അതിനെ ഒന്ന് ടാബുലാർ ഫോർമാറ്റിൽ കാണിച്ചിട്ടുള്ളതാണ്. ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് സൈൻ എന്നുള്ളതാണ്. ആദ്യത്തെ ഒന്നുള്ള എ അല്ലെങ്കിൽ എ എന്തായിരുന്നു, യൂണിവേഴ്സൽ പോസിറ്റീവ് എന്നുള്ളതായിരുന്നു. ഡിസ്ട്രിബ്യൂഷൻ ഓൺലി സബ്ജക്റ്റ്, അതിന്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റി ഇങ്ങനെയുള്ള 2 കാര്യങ്ങളാണുള്ളത്. ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്, അത് യൂണിവേഴ്സൽ ആണോ പർട്ടിക്കുലർ ആണോ, ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്, അത് യൂണിവേഴ്സൽ ആണോ പർട്ടിക്കുലർ ആണോ എന്നുള്ളത്. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതിന്റെ അളവാണ്, എല്ലാത്തിനെയും സൂചിപ്പിക്കുന്നുണ്ടോ അതോ കുറച്ചിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. സോ യൂണിവേഴ്സൽ ആണോ പർട്ടിക്കുലറോ എന്നുള്ളതാണ് ക്വാണ്ടിറ്റി എന്നുള്ളത്. ക്വാളിറ്റി എന്ന് പറയുന്നത് അത് പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ എന്നുള്ളതാണ് ക്വാളിറ്റി എന്നുള്ളത്. പിന്നെ അതിനകത്ത് ഒരു എക്സാമ്പിൾ ആണ് കാണിച്ചിട്ടുള്ളത് ആൾ ഡോഗ്സ് ആർ മാമൽസ് എന്നുള്ള. അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ആൾ SRP എന്നുള്ളതാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഇ ആയിരുന്നു. ഇ എന്ന് പറയുന്നത് എന്തായിരുന്നു, യൂണിവേഴ്സൽ നെഗറ്റീവ് ആയിരുന്നു. യൂണിവേഴ്സൽ നെഗറ്റീവ് നോ SRP, നോ സ്നേക്സ് ഹാവ് ലെഗ്സ്. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അടുത്തതാണ് ഐ ടൈപ്പ് പ്രൊപ്പോസിഷൻ എന്നുള്ളത്. ഐ എന്ന് പറയുന്നത് എന്താണ്, പർട്ടിക്കുലർ പോസിറ്റീവ് ആണ്. പർട്ടിക്കുലർ പോസിറ്റീവ് എന്നുള്ളത് സം SRP എന്ന് പറയുന്നതാണ്. സം SRP എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സം ബേർഡ്സ് ക്യാൻ സിം എന്നുള്ളതാണ്. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റിനെയോ പ്രെഡിക്കേറ്റിനെയോ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഒ എന്നുള്ളതാണ്. ഒ എന്ന് പറയുന്നത് പർട്ടിക്കുലർ നെഗറ്റീവ് എന്നുള്ളതാണ്. പർട്ടിക്കുലർ നെഗറ്റീവ് ആണ് ഒ ടൈപ്പ്. അതിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് സം SR നോട്ട് പി എന്നുള്ളതാണ്. നോട്ട് പി എന്നുള്ളതാണ്. എക്സാമ്പിൾ സം ഫിഷ് ആർ നോട്ട് ഫ്രഷ് വാട്ടർ സ്പീഷീസ്, കുറച്ച് ഫിഷ് ഫ്രഷ് വാട്ടർ സ്പീഷീസ് അല്ല എന്ന് പറയുന്നതാണ് ഒ ടൈപ്പ് പ്രൊപ്പോസിഷൻ. അതിന് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റിനെ മാത്രമാണ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ ഒരു ടാബുലാർ ഫോർമാറ്റിൽ കാണിച്ചതിനാണ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു ഏരിയ മനസ്സിലായി എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കാം. സം ടീച്ചേഴ്സ് ആർ നോട്ട് സിൻസിയർ. സം ടീച്ചേഴ്സ് ആർ നോട്ട് സിൻസിയർ, കുറച്ച് ടീച്ചേഴ്സ് സിൻസിയർ അല്ല എന്ന് പറയുന്ന എന്ത് ടൈപ്പ് പ്രൊപ്പോസിഷൻ ആണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് ടൈപ്പ് ആയിരിക്കും? സം ടീച്ചേഴ്സ് ആർ നോട്ട് സിൻസിയർ യൂണിവേഴ്സൽ നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണോ, പർട്ടിക്കുലർ അഫർമേറ്റീവ് ആണോ, പർട്ടിക്കുലർ നെഗറ്റീവ് ആണോ, എന്ത് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും സം ടീച്ചേഴ്സ് ആർ നോട്ട് സിൻസിയർ എന്ന് പറയുന്നത്? യെസ്, പർട്ടിക്കുലർ നെഗറ്റീവ്. അറിഞ്ഞിരിക്കുക, സം എന്ന് പറയുന്നത് എന്താണ്, പർട്ടിക്കുലർ ആണ്. നോട്ട് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ആണ്. സം എന്ന് പറയുന്നത് പർട്ടിക്കുലർ ആണ്, ദെൻ നോട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് ക്വാളിറ്റി എന്നുള്ളത്. നോ അല്ലെങ്കിൽ നോട്ട് പോലുള്ള കീവേഡ്സ് യൂസ് ചെയ്യുന്ന ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് പറയുന്ന പേരാണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. അല്ലാത്ത സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെയുള്ള നോ അല്ലെങ്കിൽ നോട്ട് പോലുള്ള കീവേഡ്സ് ഒന്നും ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുന്ന പേരാണ് അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. സോ സം ടീച്ചേഴ്സ് ആർ നോട്ട് സിൻസിയർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ നെഗറ്റീവ് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. നോട്ട് എന്നുള്ള കീവേഡ് ആണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. നോട്ട് എന്നുള്ള കീവേഡ് ശ്രദ്ധിച്ചു നോക്കുക. ചില സമയത്ത് നോട്ട് എന്നുള്ളത് അവിടെ നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യൂല, അങ്ങനെ ഒരു പ്രശ്നമാണ് ഇതിനകത്തുള്ളത്. സോ സം ടീച്ചേഴ്സ് ആർ നോട്ട് സിൻസിയർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക.
അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ യൂണിവേഴ്സൽ നെഗറ്റീവ് പ്രൊപ്പോസിഷൻ ഹൗ ദ ടേംസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. യൂണിവേഴ്സൽ നെഗറ്റീവിനകത്ത് ടേംസിന് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. യൂണിവേഴ്സൽ നെഗറ്റീവിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളത്. സബ്ജക്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്, പ്രെഡിക്കേറ്റ് ഈസ് അൺഡിസ്ട്രിബ്യൂട്ടഡ്, സബ്ജക്റ്റ് ഈസ് അൺഡിസ്ട്രിബ്യൂട്ടഡ്, പ്രെഡിക്കേറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്, ബോത്ത് ടേംസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്, നെയ്തർ ദ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് നോർ ദ പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ളതാണ് ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ എന്തായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? യൂണിവേഴ്സൽ നെഗറ്റീവിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? ഏതൊക്കെ ടേംസ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്? യെസ്, ബോത്ത് ദ ടേംസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതാണ് എന്ത്? യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറയുന്നതാണ് സബ്ജക്റ്റിനെയും അതുപോലെ തന്നെ പ്രെഡിക്കേറ്റിനെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് യൂണിവേഴ്സൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. ഓർത്തിരിക്കുക, എങ്ങനെയൊക്കെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ള കാര്യമാണ് പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഏതൊക്കെ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ നെഗറ്റീവ് ആണെങ്കിൽ, പർട്ടിക്കുലർ പോസിറ്റീവ് ആണെങ്കിൽ, പർട്ടിക്കുലർ നെഗറ്റീവ് ആണെങ്കിൽ എന്തൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്, സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടോ, പ്രെഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടോ ഉള്ള കാര്യമാണ് നമ്മൾ ഇതിനകത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. സോ ഈ ഒരു ഏരിയ, അതായത് ടൈപ്പ് ഓഫ് പ്രൊപ്പോസിഷൻ, എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊപ്പോസിഷൻ, എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു ഏരിയ മനസ്സിലായി എന്ന് തോന്നുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പുതിയൊരു ഏരിയയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും പുതിയൊരു ഏരിയ അതിൻ്റെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. താങ്ക്